ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് ലൈറ്റും അതുപോലെ തന്നെ മതിലും മറ്റേ ഡെക്കറേഷൻ ലൈറ്റും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. ഇതിന് വേണ്ടത് RGB കളറിലുള്ള സ്ട്രിപ്പ് LED ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് അതിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. അതിലുള്ളത് ഒരു കൺട്രോളിങ് യൂണിറ്റ്, പിന്നെ അതിൻ്റെ റിമോട്ട്, പിന്നെ അതിൻ്റെ ഒരു മാനുവൽ എന്നിവയായിട്ടാണ് അതിലുള്ളത്. നമുക്കിനി ആവശ്യമുള്ളത് LED സ്ട്രിപ്പ് ഒട്ടിക്കാനായിട്ടുള്ള അലുമിനിയത്തിൻ്റെ L ചാനലാണ്. ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ കടകളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി വേണ്ടത് ഇത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഗ്ലൂ ഗണ്ണാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ LED സ്ട്രിപ്പ് നമ്മൾ ഈ അലുമിനിയം L ചാനലിൽ നമ്മൾ ഒട്ടിക്കുന്നത്. അതുപോലെ വേണ്ട വയറിംഗ് സ്ട്രിപ്പാണ്, വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ കളയാനും കാര്യങ്ങൾക്കും. പിന്നെ വേണ്ട ഇൻസുലേഷൻ ടേപ്പ്, നൈഫ്, പിന്നെ വേണ്ട മൾട്ടിമീറ്ററാണ്. ഇത് LED വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് DC-യിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് സോൾഡിങ് ലെഡാണ്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ LED സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ ഓരോ LED ആയിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഓരോ LED ആയിട്ട് ഊരിയെടുക്കുക. ഇത് ഞാനിത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കൂടുതൽ ലെങ്ത് ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് അലുമിനിയം L ചാനലിന്മേ അത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കാം. നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ LED കട്ട് ചെയ്ത് അത് ആ ലെങ്ത്ത് എന്തോരം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്ട്രിപ്പ് ഒട്ടിക്കുക. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത്തിലേക്ക് നമുക്ക് എല്ലാ LED എണ്ണം എത്താവുന്ന രീതിയിൽ വെച്ചിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. ഇത് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് മതിലിൻ്റെ സൈഡിലെ ബീഡിങ്ങുമ്മയ്ക്കാണ്. ഇനി നമുക്ക് അതിന് ഒരു കണക്ഷൻ എടുക്കണം. വയറിൻ്റെ കണക്ഷൻ എവിടെയാണോ വരുന്നത് ആ ഹോളിനനുസരിച്ച് നമ്മളവിടെ ഒരു അതിൻ്റെ കണക്ഷന് വേണ്ടിയുള്ള വയർ എടുത്തിടണം. അതിൽ 3 കളറിനുള്ള RGBയുടെ 3 കളറിലുള്ള വയറും അതുപോലെ തന്നെ ഒരു കോമൺ വയറുമാണ് അതിൽ ആവശ്യമായിട്ട് വരുന്നത്. അതാണിപ്പോൾ നമ്മൾ എടുക്കുന്നത്. നമുക്ക് മതിലും അതിൻ്റെ പോയിൻ്റ് വരുന്നത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ്. Gazing far into the night, I raise my hand to the fire, but it's no use, 'cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true, baby, won't you let the light shine through for you. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ വയറിൻ്റെ കഷ്ണങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്താൽ നമുക്ക് കളർ മനസ്സിലാക്കാം.
ഇനി സ്ട്രിപ്പർ എടുത്ത് വയർ സ്ട്രിപ്പ് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്ത് സോൾഡറിങ് അയൺ വെച്ച് സോൾഡർ ചെയ്ത് കണക്ഷൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ടൈപ്പ് ചെയ്ത് ഷോർട്ട് ആവാത്ത രീതിയിൽ കണക്ട് ചെയ്യാം. നമുക്ക് വയർ കട്ടാവാത്ത രീതിയിൽ അതിൻ്റെ വയർ സ്ട്രിപ്പ് ചെയ്ത് മാറ്റി അവിടെ ആ കളറുള്ള അനുസരിച്ച് വയർ ജോയിൻ ചെയ്യുക. In the sky, gazing far into the night, I raise my hand to the fire. ഈ സോൾഡറിങ് അയൺ വെച്ച എല്ലാ വയറും അതുപോലെ സോൾഡർ ചെയ്തെടുക്കുക. സോൾഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ക്ലാവ് പിടിച്ച് കണക്ഷൻ കിട്ടാത്ത രീതിയിൽ വരും. അതുകൊണ്ടാണ് സോൾഡർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ വയറും ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓരോന്നും സെപ്പറേറ്റായി ടൈപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള LED കൂടി ഒട്ടിച്ച് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഈ LED കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിപ്പിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് LED ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അടുത്തതായി നമുക്ക് ചുമരുമ്മ എങ്ങനെ പിടിപ്പിക്കാം എന്നാണ് നോക്കുന്നത്. ആ നടുക്ക് കാണുന്ന പോയിൻ്റ് നമ്മൾ മതിലിൻ്റെ ഉള്ളിൽ നമ്മൾ വയർ വലിച്ചു വെച്ചിട്ടുള്ള ഭാഗമാണ്. ഇനി നമുക്ക് LED സ്ട്രിപ്പ് പിടിപ്പിക്കാനായിട്ട് ഹോളുകൾ മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി അലുമിനിയം സ്ട്രിപ്പുമ്പോൾ നമ്മൾ ഹോള് ചെയ്തു വെച്ചിട്ടുണ്ട് സ്ക്രൂ ചെയ്യാനായിട്ട്. ആ ഹോളുകളാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വന്നിട്ടുള്ളത് എൻ്റെ അപ്പനും എൻ്റെ അനിയനുമാണ് ഇതിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് എനിക്കുള്ളത്. ഇനി ഡ്രിൽ മെഷീൻ വെച്ച് ഹോൾ ഇടാണ് നമ്മൾ. ഇത് ഹാമറിംഗ് ഉള്ള ഡ്രിൽ മെഷീനാണ്. അതിൻ്റെ തുമ്പത്തായിട്ട് തിരികണ പോലെ കാണുന്നത് ആ ഡ്രിൽ ബിറ്റിന്മേൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് എന്തോരം ബിറ്റ് ഉള്ളിലേക്ക് പോകണമെന്ന് അളവിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നമ്മുടെ ചുമരിന് കനം അധികം ഇല്ലാത്തതുകൊണ്ട് അധികം തുളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മളിത് ഉപയോഗിക്കുന്നത് ഫിഷറാണ്. ചില സ്ഥലത്ത് പഞ്ച് എന്നും പറയും. സ്ക്രൂ ചെയ്യാനായിട്ട് ചുമരിൻ്റെ ഉള്ളിൽ അടിച്ച് കയറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണത്.
ഹോൾ ഇത്തിരി ടൈറ്റായിരുന്നു, അപ്പോൾ അതൊന്നും കൂടി ഹോൾ വലുതാക്കി. ഇനി നമുക്ക് LED സ്ട്രിപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ എൽ ചാനൽ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ അതാകുമ്പോൾ LED വെച്ചിരിക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടെന്ന് കാണില്ല, അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അലുമിനിയം ചാനൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് അത് നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഹോളിൽ സ്ക്രൂ ചെയ്യാൻ പോവാണ്. നമ്മളത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രൂ ഇട്ടത് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പം ഇനി ബാക്കി രണ്ട് സൈഡും നമുക്ക് ഏകദേശം അളവ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ലെവലിൽ പിടിപ്പിക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള രണ്ട് ഹോള് മാർക്ക് ചെയ്യാണ്. നമ്മൾ ഹോള് ആണി വെച്ച് ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്യാണ് അളവ് തെറ്റാതിരിക്കാനായിട്ട്. ഇനി ഡ്രില്ല് ഉപയോഗിച്ച് ബാക്കി എല്ലാ ഹോളും ഹോൾ ചെയ്ത് നമുക്കതിൽ പഞ്ച് വെച്ച് സ്ക്രൂ ചെയ്യാം. നമുക്ക് ഹോളിൽ ഇത്തിരി വ്യത്യാസം വന്നിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ ഹോൾ ചെയ്തത്. ഇനി നമുക്ക് വയറിൻ്റെ കണക്ഷൻ നോക്കാം. ഇതിലിപ്പോൾ ഞങ്ങൾ വലിച്ചിട്ടുള്ളത് ബ്ലൂ, ഗ്രീൻ, റെഡിന് പകരം ഓറഞ്ച്, പിന്നെ വൈറ്റ് കോമൺ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. LED ലൈറ്റിലെ കോമൺ വയർ അതിലേക്ക് നേരിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ RGBയുടെ കളറ് അതുപോലെ തന്നെ ഓരോന്നിലേക്കും കൊടുക്കുക. ഇതിലെ കോമൺ എന്ന് പറയുന്നത് യെല്ലോ കളറാണ് സ്ട്രിപ്പിൽ വരുന്നത്, അപ്പോൾ അത് നേരിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുക. ഇനി അത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ടേപ്പ് ചെയ്ത് ഷോർട്ട് ആവാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാം നമുക്ക്. ഇപ്പോൾ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ തന്നെ കണക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒതുക്കി വയ്ക്കാം. ഇതുപോലെ തന്നെ ഇനി ഉള്ളത് ഫാൻസി ലൈറ്റാണ്, നമ്മുടെ ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഉപയോഗിക്കുന്നത്. അതിലത്തെ ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ട് അതിലേക്ക് ഈ സ്ട്രിപ്പ് LED അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഉറപ്പിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ.